1924 സർവമത സമ്മേളനം ആലുവായിൽ നടക്കുന്നത്. ഗുരുദേവൻ, ശ്രീനാരായണ ഗുരുദേവൻ അങ്ങനെ ഒരു സമ്മേളനം നടത്തുന്നതിനൊരു പശ്ചാത്തലമുണ്ട്. വെറുതെ രാവിലെ എണീറ്റ് ഒരു ഉൾവിളി ഉണ്ടായ ഒരു സമ്മേളനം നടത്തിയതല്ല. ശ്രീനാരായണ ഗുരുദേവന്റെ ഗുരു കൂടെ ആയിട്ടുള്ള തക്കാട് അയ്യാവ് ഗുരുവിന്റെ അല്ലെങ്കിൽ അയ്യാവ് സ്വാമികളുടെ ശിഷ്യന്മാരായി ശ്രീനാരായണ ഗുരുദേവനും ചട്ടമ്പി സ്വാമികളും ഫെർണാണ്ടസ് തുടങ്ങി കൊല്ലത്തമ്മ, വനിതകൾ, ക്രിസ്ത്യൻ സമുദായത്തിൽ ജനിച്ചവർ, മതത്തിൽ ജനിച്ചവർ, മുസ്ലിം മതത്തിൽ ജനിച്ചവർ, നാനാജാതികളിൽ ജനിച്ചവർ, അങ്ങനെ 100ഓളം ശിഷ്യന്മാരുണ്ടായിരുന്നു അയ്യാവ് ഗുരുവിന്. അതിൽ വളരെ പ്രധാനപ്പെട്ട ശിഷ്യനായിരുന്നു ശ്രീനാരായണ ഗുരുദേവൻ. ഗുരുദേവൻ ഒരിക്കൽ മൗനമായി അരുവിപ്പുറത്ത് ഇരുന്ന് തൻ്റെ കൂടെ ഉള്ളവരോടൊന്നും സംസാരിക്കാതിരുന്നപ്പോൾ അവർ ചെന്ന് പരാതി പറയുന്നുണ്ട് അയ്യാവ് ഗുരുവിനോട്. നമ്മുടെ ഗുരു ശ്രീനാരായണ ഗുരുദേവൻ സംസാരിക്കുന്നില്ല, മിണ്ടാതിരിക്കുകയാണ്, മൗനമായിരിക്കുകയാണ്, ധ്യാനമത്തിലിരിക്കുന്ന അല്ലാതെ തന്നെ മിണ്ടാതിരിക്കുന്നു. അപ്പോൾ അദ്ദേഹത്തെ ഇങ്ങ് വരാൻ പറയൂ, അയാളെ ഇങ്ങ് വരാൻ പറയൂ എന്ന് പറഞ്ഞ് അയ്യാവ് ഗുരു വിളിക്കുന്നുണ്ട്. വിളിച്ചിട്ട് ചോദിച്ചു, എന്താ പരിപാടി? പല സ്ഥലത്തും പോയി കാര്യങ്ങളൊക്കെ പഠിച്ചല്ലോ, ഇവിടെ നിന്നൊക്കെ കാര്യങ്ങളൊക്കെ പഠിച്ചു, എനിക്ക് ദക്ഷിണ എവിടെ? അപ്പോൾ ഗുരുദക്ഷിണ കൊടുക്കാൻ ചോദിക്കുമ്പോൾ സാധാരണ നമ്മൾ ഉദ്ദേശിക്കുന്ന വെറ്റയിൽ പൈസയും മറ്റെന്തെങ്കിലുമൊക്കെ വെച്ച് കൊടുക്കുക എന്നുള്ളതാണല്ലോ. അപ്പൊ അയ്യാവ് ഗുരു ആവശ്യപ്പെട്ട ദക്ഷിണ നാണു എന്നാണ് വിളിക്കുന്നത്. ഗുരുദേവനോട് ആവശ്യപ്പെട്ടത് ഈ ലോകത്തിനെ സഹായിക്കുന്ന കോടാനുകോടി വരുന്ന ദരിദ്രരുടെയും ജാതിമത വർഗവർണ്ണ വ്യത്യാസത്തിനിടയിൽ കിടന്ന് ഉഴലുന്നവരുടെയും മോചനത്തിനായി, സേവനത്തിനായി പ്രവർത്തിക്കണം എന്നുകൂടിയുള്ളൊരു ആഹ്വാനം കൂടി കിട്ടുമ്പോഴാണ് അതാണല്ലോ ഗുരുദക്ഷിണ എന്ന് പറഞ്ഞ് കരഞ്ഞ് വളരെ കണ്ണുനീർ വന്ന് സങ്കടപ്പെട്ട് വേറൊരു വളരെ വൈകാരികമായ നിമിഷങ്ങൾ ഉണ്ടായി എന്നാണ് ചരിത്രത്തിൽ പറയുന്നത്. പിന്നെ ഗുരുദേവൻ ജനങ്ങളുടെ ഇടയിലേക്കാണ് പോകുന്നത്, വളരെ സജീവമായി ജനങ്ങളെ ഇടയിലേക്ക്. പിന്നെയാണ് ശിവപ്രതിഷ്ഠ നടക്കുന്നു, ഒരുപാട് കാര്യങ്ങൾ പിന്നെ ഉണ്ടായി. വലിയ സാമൂഹ്യ നവോത്ഥാനം നടത്തുന്നതിൽ ഗുരുദേവന്റെ പങ്ക് ഒന്നാമതാണ്, രണ്ടാമതെന്ന് പറഞ്ഞുകൂടാ, ഒന്നാമതാണ്. ഒരുപക്ഷെ കേരളത്തിന്റെ മണ്ണിൽ ജനിച്ചു പോയതുകൊണ്ടായിരിക്കാം ഗുരുദേവനെ ഇത്രയും നമ്മൾ ഗുരുദേവനെ എന്താ പറയുക, അംഗീകരിക്കുന്നു എന്ന് ഞാൻ പറയുന്നില്ല, ആ പദം ഉപയോഗിക്കുന്നില്ല. ഗുരുദേവൻ നമ്മൾ ഇത്രയും ഉൾക്കൊള്ളുന്നുള്ളൂ. എല്ലാ ജാതിക്കും മതത്തിനും വർഗത്തിനും വർണ്ണത്തിനും രാഷ്ട്രീയത്തിനും എല്ലാത്തിനും അതീതമായ മാനവരാശിയുടെ മോചനത്തിനും എത്ര കാര്യങ്ങളാണ് ഭൗതിക ജീവിതത്തെ മെച്ചപ്പെടുത്തുന്നതിനെ ബന്ധപ്പെടുത്തിയും ആത്മീയ ലോകത്തെക്കുറിച്ചൊക്കെ ഗുരുദേവൻ പറഞ്ഞത്. അങ്ങനെ പറഞ്ഞപ്പോൾ ഗുരുദേവന്റെ ശിഷ്യന്മാരായും ഗുരുദേവനിലുള്ള ആരാധന മോഹത്തും ഗുരുദേവനോടുള്ള ഭക്തി കൊണ്ടും നാനാജാതി മതസ്ഥരും ഗുരുദേവന്റെ അടുത്ത് വന്നു. ഗുരുദേവൻ ജനിച്ച സമുദായത്തിൽപ്പെട്ട ഈഴവ സമുദായത്തിൽപ്പെട്ടവർ മാത്രമല്ല, നായർ സമുദായത്തിൽപ്പെട്ടവർ, നമ്പൂതിരി സമുദായത്തിൽപ്പെട്ടവർ, ബ്രാഹ്മണ സമുദായത്തിൽപ്പെട്ടവർ, ക്രിസ്ത്യാനികൾ, മുസ്ലിങ്ങൾ, ഒരുപാട് ആളുകൾ വരാൻ തുടങ്ങി. അപ്പൊ സ്വാഭാവികമായി ഗുരുവിന്റെ അടുത്ത് നിന്ന കുറച്ച് ആളുകൾക്ക് അതിൽ അസ്വസ്ഥതയുണ്ടായി. അപ്പൊ അവരാണ് പറഞ്ഞത് നമ്മുടെ മതം മാത്രമാണ്, നമ്മുടെ ജാതി നമ്മുടെ മതമൊക്കെയാണ് മെച്ചപ്പെട്ട, മറ്റൊന്നും ശരിയല്ല എന്നുള്ള തരത്തിൽ പറഞ്ഞു. അപ്പൊ ഗുരുദേവൻ പറഞ്ഞു അങ്ങനെ പറ്റത്തില്ലല്ലോ, അങ്ങനെയാണെങ്കിൽ നമുക്കൊരു സർവ്വമത സമ്മേളനം നടത്തി നോക്കാം, ഇതൊക്കെ എങ്ങനെ ഇരിക്കുന്നു എന്ന്. അങ്ങനെയാണ് ആലുവയിൽ സർവ്വമത സമ്മേളനം കഴിയുമ്പോൾ, സർവ്വമത സമ്മേളനം കഴിഞ്ഞ് ഗുരുദേവൻ പറയുന്നുണ്ടല്ലോ, സർവ്വമതവും ഏകം, എല്ലാം സാരത്തിൽ ഒന്നാണ്, സത്തയിൽ ഒന്നാണ്, എല്ലാം മനുഷ്യരുടെ നന്മയ്ക്ക് വേണ്ടി സ്നേഹത്തിന് വേണ്ടിയിട്ടൊക്കെ ഉള്ളതാണ് ഈ മതങ്ങളെല്ലാം പറയുന്നത്. അതുകൊണ്ട് തന്നെ സർവ്വമതങ്ങളുടെയും നന്മകൾ പഠിക്കണം എന്ന് ഗുരുദേവൻ പറയുന്നുണ്ട്. പിന്നെ കുറച്ച് വർഷങ്ങൾ കഴിയുമ്പോൾ, സമയം കഴിയുമ്പോൾ വീണ്ടും ഈ അസ്വസ്ഥപ്പെടുകയാണ്. ഗുരുദേവന്റെ അടുത്ത് ഒരുപാട് എല്ലാ ജാതി മതസ്ഥരും വരുന്നതിൽ അസ്വസ്ഥപ്പെട്ട വീണ്ടും കുറച്ച് പേര് ചെന്ന് ബഹളം ഉണ്ടാക്കുകയാണ്. ഇത് എല്ലാവരും വരികയാണ്, നമ്മുടെ ആളുകൾ അല്ലാത്തവരും ഒക്കെ വരികയാണെന്ന് പറഞ്ഞപ്പോൾ ഗുരുദേവൻ പറഞ്ഞു നമുക്ക് ജാതിയില്ല മതമില്ല, ഒരേ ഒരു ദൈവമുള്ളൂ, ഒരു ജാതി ഒരു മതം ഒരു ദൈവം, നമുക്ക് വേറെ ജാതി മതമൊന്നുമില്ല എന്ന് ഗുരുദേവൻ ദേഷ്യപ്പെട്ട് ശിഷ്യരോട് പറയുന്നതായിട്ടും ചരിത്രത്തിൽ വായിച്ചിട്ടുണ്ട്. ഇതിന്റെ ശരിതെറ്റുകളൊന്നും ചർച്ച ചെയ്യാനല്ല ഞാൻ ഇരിക്കുന്നത്. 100 വർഷമാകുന്നു സർവ്വമത സമ്മേളനം ചേർന്നിട്ട്. ഇപ്പോഴും 100 വർഷം കഴിയുമ്പോഴും ഗുരുദേവനെ എടുത്തവർ മറ്റുള്ളവരെ ഉൾക്കൊള്ളാൻ തയ്യാറായിട്ടുണ്ടോ? ഒരു ചോദ്യം. മറ്റുള്ളവർ ഗുരുദേവനെ എടുക്കാൻ തയ്യാറായിട്ടുണ്ടോ? ഏതെങ്കിലും 1 or 2 വളരെ കുറച്ച് ആളുകളാണ് ഗുരുദേവനെ സീരിയസ് ആയി ഉൾക്കൊണ്ടിട്ടുള്ളത്. പക്ഷെ ഭഗീര തീർത്ഥാടനമൊക്കെ എടുത്താൽ നമുക്ക് മനസ്സിലാവുന്നതാണ്, ഒരു പ്രത്യേക വിഭാഗത്തിലെ ആളുകൾ മാത്രമാണ് പോകുന്നത്. ആ പ്രത്യേക വിഭാഗത്തിലുള്ള ആളുകൾ അല്ലാത്ത വളരെ കുറച്ച് പേര് പോകും. ഞാനൊക്കെ പോയിട്ടുണ്ട്, വളരെ കുറച്ച് പേര് പോകാറുണ്ട്. പക്ഷേ എങ്കിൽ SNDP ബന്ധപ്പെടാത്ത ആളുകൾ അങ്ങനെ പോകുന്നില്ല.
കൂടുതലും പോകുന്നില്ല, പല തീർത്ഥാടനത്തിന് പോകുന്നെങ്കിലേ ഉള്ളൂ. സർവമതസ്ഥരെയും ഉൾക്കൊള്ളുന്ന, സർവമതവും സാരം ഏകമാണ്, ഒന്നാണെന്ന് പറയുന്ന വളരെ ഗൗരവമായ ഒരു പ്രവാചകനെന്നോ ഗുരുവെന്നോ അല്ലെങ്കിൽ ആത്മീയ ധന്യാത്മാവെന്നോ ഒക്കെ പറയാവുന്ന വലിയ ഒരു ജീവനാണ് നമ്മുടെ ഈ ആശയങ്ങളൊക്കെ പറഞ്ഞത്. പക്ഷെ നിർഭാഗ്യവശാൽ നമുക്കത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. ഇപ്പോഴും സമ്പൂർണമായി വിഭാഗം ആളുകളും അതിനകത്ത് വന്നിട്ടില്ല. വളരെ കുറച്ച് പേരെ ഇപ്പോഴും, ഒരു വിഭാഗം ആളുടെ എണ്ണത്തിലല്ല ഞാൻ പറഞ്ഞത്, ഒരു വിഭാഗം ആളുകളെ അത് പറയുന്നുള്ളൂ. അവർ മറ്റുള്ളവരെ ഉൾക്കൊള്ളാനും തയ്യാറുണ്ടോ എന്നുള്ളതും കമ്മിറ്റികളിലും സ്ഥലങ്ങളിലും എല്ലായിടത്തും അവർ ഉൾക്കൊള്ളാൻ തയ്യാറുണ്ടോ എന്നുള്ളതും ഒരു ചോദ്യമാണ്. ഞങ്ങളുടെ ഗുരു, ഞങ്ങളുടെ ദൈവം എന്നൊന്നില്ല. നമ്മളുടെ ഗുരുവാണ്, നമ്മളുടെ ദൈവമായി കാണുന്നവർക്ക് നമ്മളുടെ ദൈവമാണ്, നമ്മളുടെ ഗുരുവാണ് എന്നുള്ള തിരിച്ചറിവിലേക്ക് വരണം. ഞങ്ങളുടെ ഗുരുവല്ല. അപ്പോഴാണ് ഗുരുദേവൻ ആലുവയിൽ പറഞ്ഞതും ഈ സമൂഹത്തിൽ ഗുരുദേവൻ വെച്ച കാഴ്ചപ്പാടും ഗുരുദർശനങ്ങളും ഒക്കെ വളരെ മനോഹരമാകുന്നത്, സുന്ദരമാകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അത് നമുക്ക് ഗൗരവമായി ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ്. 100 വർഷമാകുന്നു. വത്തിക്കാനിൽ പോയി അവിടെയും സർവ്വമത സമ്മേളനം നടത്തി. ഇപ്പൊ ശിവഗിരിയിൽ സമ്മേളനം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഗുരുദേവന്റെ മുന്നോട്ട് വെച്ച വിഷയങ്ങൾ, ആരോഗ്യം, വിദ്യാഭ്യാസം, പരിസ്ഥിതി, സ്ത്രീകളുടെ സുരക്ഷ തുടങ്ങിയ ഒരുപാട് കാര്യങ്ങളിൽ, ഗുരുദേവൻ പറയുന്ന ഒരുപാട് കാര്യങ്ങളിൽ മതാതീതമായ ഒരു ആത്മീയതയൊക്കെ പ്രചരിപ്പിക്കുന്നുണ്ട്. പക്ഷെ അപ്പോഴും ഹിന്ദു മതത്തിലെ SNDPയുമായി ബന്ധപ്പെട്ട കുറച്ചാളുകൾ മാത്രമാണ് ഇത് സീരിയസ് ആയി ഗുരുദേവൻ ഉൾക്കൊണ്ടിട്ടുള്ളത്. അത് തന്നെ ഉൾക്കൊള്ളുക എന്ന് പറഞ്ഞാൽ ഒരു സീരിയസ് ആയി അവർ പിന്തുടരുന്നത്. ബാക്കി മഹാഭൂരിപക്ഷം വരുന്ന ആളുകളും ഏത് ഗുരുക്കന്മാര് ഏതെങ്കിലും സമുദായത്തിൽ ജനിച്ചാൽ ആ സമുദായത്തിലുള്ളവർ കൊണ്ടു നടക്കുമെന്ന് പറയുന്ന ഒരു കാഴ്ചപ്പാടുണ്ട്. ചട്ടമ്പി സ്വാമികളെ അതുമായി സ്വാമി ജനിച്ച സമുദായത്തിലുള്ളവർ, അതുപോലെ തന്നെ അയ്യാഗുരുവിന്റെ ജനിച്ച സമുദായത്തിലുള്ളവർ, ശ്രീനാരായണ ഗുരുവിന്റെ സമുദായം ഏതിലാണോ ജനിച്ചത് അതുമായി ബന്ധപ്പെട്ട ആളുകൾ മാത്രം അങ്ങനെ കൊണ്ട് നടക്കുന്നിടത്ത് സർവമത സമ്മേളനത്തിനും പ്രസക്തിയില്ല, സർവമത ചിന്തകൾക്കും മതാതീത ചിന്തയ്ക്കും പ്രസക്തിയില്ല. അപ്പോൾ നമുക്ക് ഈ 100ാം വർഷത്തിൽ നമുക്ക് പോകേണ്ട ചിന്ത, ഗുരുദേവൻ ഉയർത്തിവിട്ട മതത്തിനും ജാതിക്കും വർണ്ണത്തിനും വർഗത്തിനുമൊക്കെ അതീതമായി ഗുരുദേവൻ ഈ സമൂഹത്തോട് പറഞ്ഞ ഒരുപാട് ആശയങ്ങളുണ്ട്. അത് മാനവന്റെ ഒരു വളരെ കൃത്യമായ ഭൗതികമായ ജീവിതത്തിൽ അവർ അനുഷ്ഠിക്കേണ്ട, ആചരിക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ ഗുരുദേവൻ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ആത്മീയ കാര്യങ്ങൾ പറഞ്ഞു വെച്ചു, ഒരുപാട് കാര്യങ്ങൾ ഗുരുദേവൻ പറഞ്ഞിട്ടുണ്ട്. ഇത് പ്രചരിപ്പിക്കുക. അത് പ്രചരിപ്പിക്കുന്നിടത്ത് നമ്മുടെ മതവും നമ്മുടെ ജാതിയും നമ്മുടെ കേവല ചിന്തകളും നമ്മളുടെ എന്താ പറയുക, സ്വാർത്ഥതയും ഒന്നിനും ഒരു പ്രസക്തിയില്ല. അത്തരത്തിലുള്ള സർവമത പഠന കേന്ദ്രം വർക്കലയിൽ തുടങ്ങണമെന്ന് ഗുരുദേവൻ അന്നേ പറഞ്ഞതാണ്. 100 ആണ്ട് കഴിയുന്നു. ഇപ്പോഴും എനിക്ക് തോന്നുന്നു വർക്കലയിൽ ഒരു സംവിധാനമുണ്ട്, പക്ഷെ അത് പോരാ. വളരെ വിപുലമായ സന്നാഹത്തോടുകൂടി ഗുരുദേവന്റെ ആശയങ്ങൾ, ഗുരുദേവൻ പറഞ്ഞത് ഈ പറയുന്ന സങ്കല്പത്തിൽ എല്ലാ മതങ്ങൾക്കും അതീതമായി എല്ലാ മതങ്ങളിലെ എല്ലാ നല്ല സാരാംശങ്ങളെയും ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു മതാതീതമായ ആത്മീയ ചിന്തയിലേക്ക് ഉണ്ടെങ്കിൽ അത് കൊണ്ടുപോകണവർ അങ്ങനെയും, അല്ലാത്തവർ ഭൗതിക ചിന്തയിൽ ജീവിക്കുന്നവർ, തികച്ചും ഭൗതികമായി ജീവിക്കുന്നവർ, അത് മെച്ചപ്പെടുത്തുന്നതിനും ഒരുപാട് കാര്യങ്ങൾ ഗുരുദേവൻ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ രണ്ട് കൂട്ടർക്കും, നാസ്തികനും ആസ്തികനും ഒക്കെ ഗുരുദേവനെ ഉൾക്കൊള്ളാൻ കഴിയുന്നതാണ്. ആത്മീയമായി ചിന്തിക്കുന്നവർക്കും ഗുരുദേവനെ ഉൾക്കൊള്ളാൻ കഴിയും, ഭൗതികമായി ചിന്തിക്കുന്നവർക്ക് ഉൾക്കൊള്ളാൻ കഴിയും, ഭൗതികതയിലൂടെ ജീവിച്ച് ആത്മീയതയിലേക്ക് പോകണമെന്നുള്ളവർ എല്ലാവർക്കും ഉൾക്കൊള്ളാൻ കഴിയുന്ന വലിയ തത്വശാസ്ത്രങ്ങളാണ് ഗുരുദേവൻ ഈ ഭൂമിയിൽ അവശേഷിപ്പിച്ചു പോയത്. അത് ഏറ്റെടുക്കുക എന്ന് പറയുന്നത് എല്ലാവരുടെയും ഒരു ബാധ്യതയാണ്, ഉത്തരവാദിത്വമാണ്. അങ്ങനെ എല്ലാവരും ഏറ്റെടുക്കുമ്പോഴാണ് 24-ലെ സർവമത സമ്മേളനത്തിന് അർത്ഥം പൂർണ്ണമാകുന്നത്. എല്ലാ ആളുകളും അത് ഉൾക്കൊള്ളുവാൻ, അത് ഏറ്റെടുത്തവർ കൊടുക്കുവാനും, ബാക്കിയുള്ളവരെ ഉൾക്കൊള്ളുവാനും, ബാക്കിയുള്ളവർ അങ്ങോട്ട് പോകുവാനും. അട്രാക്ഷൻ 2 രീതിയിലാണോ? ആണല്ലോ. കൂടെ ഏറ്റെടുത്തവർ ക്ഷണിക്കുകയും വേണം, ചെന്നാൽ സ്പേസ് കിട്ടുകയും വേണം, പുറത്തുള്ളവർ അങ്ങോട്ട് ചെല്ലുകയും വേണം. അങ്ങനെ സർവമതത്തിൽപ്പെട്ട ആളുകളുടെയും ഒരു ചിന്താധാരയിലേക്ക് ഗുരുദേവന്റെ ചിന്തകളും ദർശനങ്ങളും കടന്നു വരട്ടെ. അങ്ങനെ കടന്നു വന്നുകൊണ്ട് നമ്മുടെ ഭൗതിക ജീവിതത്തെ വളരെ ക്രിയാത്മകമായി അനാചാരങ്ങൾക്കെതിരെയും അന്ധവിശ്വാസങ്ങൾക്കെതിരെയും ക്രമരഹിതമായ ചൂഷണങ്ങൾക്കെതിരെയും മന്ത്രവാദത്തിനൊക്കെ എതിരെ ഒരുപാട് കാര്യങ്ങൾ അശാസ്ത്രീയമായ സമൂഹത്തിൽ നടക്കുന്നുണ്ട്. അതിനെതിരെയൊക്കെയുള്ള ഗുരുദേവന്റെ ആശയങ്ങൾ വളരെ മനോഹരമാണ്. ആ ആശയങ്ങൾ ഏറ്റെടുക്കുവാൻ ഈ കാലഘട്ടത്തിന് കഴിയണം. അതുകൊണ്ട് തന്നെ ഗുരുവിന്റെ സർവമത സമ്മേളനത്തിന്റെ 100ാം വാർഷിക വർഷത്തിൽ നമുക്ക്
പുനർവായിക്കാം. വീണ്ടും ഒന്നുകൂടി റീവിസിറ്റ് ചെയ്യാം. ഗുരുദേവനിലേക്ക് പിന്നോട്ട് നടക്കാം. മുന്നോട്ടല്ല, പോലുള്ള യാത്രയ്ക്ക് വേണ്ടി ഗുരുദേവനിലേക്ക് പിന്നോട്ട് നോക്കാം. നമുക്കൊന്ന് റീവിസിറ്റ് ചെയ്യാം ഗുരുദേവനെ, ശ്രീനാരായണ ഗുരുദേവനെ പുനർവായിക്കാം. ആ പുനർവായന ഈ കാലഘട്ടത്തിൽ വലിയ പ്രാധാന്യം അർഹിക്കുന്നു.